എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും എന്നെ സഹായിക്കാമോ? ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. എനിക്കിപ്പോൾ 4 കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷ്ണമോളുടെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കണേ. തൃശ്ശൂർ കലകമല വട്ടേക്കാടാണ് കൊച്ചിൻ്റെ വീട്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് കിഡ്നിക്ക് ഫെയിലറാണെന്ന് അറിഞ്ഞത്. കാൽമ നീരായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി ഫെയിലറാണെന്ന്. പിന്നെ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ മരുന്ന് തുടർന്ന് കഴിച്ചു. പക്ഷേ പിന്നെ ഡോക്ടർ എത്രയും പെട്ടെന്ന് പറഞ്ഞു ഡയാലിസിസ് ചെയ്യണം. ഇവിടെയാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് കഴുത്തിലാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഒത്തിരി വേദനയും ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നിട്ട് എന്നും പോകുമ്പോൾ എനിക്ക് ഒത്തിരി ക്ഷീണമാണ്. ഇപ്പോൾ പഠിക്കാൻ പോലും പോകാൻ പറ്റണില്ല. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ കൂലിപ്പണിയാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കാൻ പറ്റണമെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾക്കത് കഴിയണില്ല. നാട്ടുകാരുടെ സഹായത്തോണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഇപ്പോൾ 3 ഡയാലിസിസ് ഉള്ളതുകൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റണില്ല. എല്ലാ ചേച്ചിമാരോടും ചേട്ടന്മാരോടും താഴ്ന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാരോടും നമസ്കാരമുണ്ട്. ജോഷി പൗലോസ് സംഗമലയാണ്. ഈ കൃഷ്ണമോളെ നിങ്ങളാരും കൈവിടരുത്. പ്ലീസ് എല്ലാവരും സഹായിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ മോളുടെ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കൊച്ചിൻ്റെ കിഡ്നി ഫെയിലിയർ ആയത്. അമൃത ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്. കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സാമ്പത്തികം ഇല്ല ഇവർക്ക്. കൊച്ചു പെണ്ണ് 17 വയസ്സായി. ഇപ്പോൾ 4 വർഷത്തോളമായിട്ട് ഡയാലിസിസ് ചെയ്ത് മുമ്പോട്ട് പോകണേ. കൊച്ചിന് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ്. ഇപ്പോൾ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഈ കൃഷ്ണമോൾക്ക്. ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. കാരണം ആഴ്ചയിൽ 3 ഡയാലിസിസാണ്. ഓരോ ദിവസം ഡയാലിസിസ് ചെയ്യുമ്പോൾ കൊച്ച് ആകെ തളർന്നു പോവുക. പഠിക്കാൻ പോലും പറ്റുന്നില്ല. ആ കൊച്ചിൻ്റെ അപ്പച്ചനാണെങ്കിൽ വെൽഡറാണ്, ഒരു കൂലിപ്പണിക്കാരനാണ്. ഇനി നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ മാത്രമേ ഈ കൊച്ചുമോളിലെ സർജറി നടക്കുകയുള്ളൂ. ബി പോസിറ്റീവ് കിഡ്നിയാണ് കൊച്ചുമോൾക്ക് വേണ്ടത് തന്നെ. കിഡ്നി ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നല്ലൊരു തുക വേണം ഈ കൊച്ചിൻ്റെ സർജറിക്ക് വേണ്ടി. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചുമോളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. എന്ന് സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പർ സജിനി സന്തോഷൻ. എൻ്റെ വാർഡിലുള്ള കൃഷ്ണ തെക്കൂട്ടി രാജി മകൾ കൃഷ്ണ എന്ന കുട്ടിയാണ് ഈ കുട്ടി. ആൾക്ക് 8ാം ക്ലാസ്സിൽ അസുഖം തുടങ്ങിയതാണ്. ഒരുപാട് ആശുപത്രിയുടെ കയറിറങ്ങി ചികിത്സ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് 2 കിഡ്നി പോയി എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ കിഡ്നി എന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തിരി ബുദ്ധിമുട്ടായ ഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും കിഡ്നി മാറ്റി വയ്ക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കാനാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഓപ്പറേഷൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സുമനസ്സുകളായ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.